Hi friends, welcome to our channel Hexcent Private Limited. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൈത്തണിലെ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതിൽ പൈത്തണിൽ എന്താണ്, പൈത്തണിൽ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ റെഗുലർ എക്സ്പ്രഷൻസ് എന്താണ് റെഗുലർ എക്സ്പ്രഷൻസ് അറിയാവുന്നവരുണ്ടായിരിക്കാം. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പൊ നോർമലി നമ്മൾ സെർച്ച് ചെയ്യാ കൺട്രോൾ എഫ് അടിച്ച് നമ്മൾ ആ ഒരു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനി അതല്ല വേറൊരു വേർഡ് ഇപ്പം ലൈക്ക് എന്തെങ്കിലും ഒരു നെയിം ഒക്കെ സെർച്ച് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഫയലിൽ നിന്ന് പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് സെർച്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ കൺട്രോൾ എഫ് അടിച്ച് പൈത്തൺ എന്നുള്ള വേർഡ് കൊടുക്കുന്നു. ഇനി അത് അല്ലാതെ നമുക്ക് ജാങ്കോ എന്നാ സെർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ വേറൊരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് മറ്റൊരു വേർഡ് കൊടുത്ത് അതിനെ സെർച്ച് ചെയ്തെടുക്കുന്നു. അപ്പം അത് അങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് പകരം നമുക്കിപ്പോൾ ആ ഒരു ഡോക്യുമെന്റിനുള്ളിലെ ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിസ് എല്ലാം അതിൽ ആ ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ എത്ര ഇമെയിൽ ഐ ഡിസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഫോൺ നമ്പേഴ്സ് ഉണ്ടോ അതാണ് നമുക്ക് അതെല്ലാം കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സെർച്ച് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെർച്ച് പാറ്റേൺ ഉണ്ടാക്കാം. നമുക്കൊരു സെർച്ച് പാറ്റേൺ വെച്ചിട്ട് ആ ഒരു ഇപ്പൊ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇതിനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റാ ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ അതിനെയാണ് അത്തരത്തിലൊരു സെർച്ച് പാറ്റേണിനെയാണ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. റെഗുലർ എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അങ്ങനത്തെ ഒരു സെർച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റാ ക്യാരക്ടേഴ്സ് ആണ്. മെറ്റാ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റെഗുലർ എക്സ്പ്രഷൻസിന് വേണ്ടിയിട്ടുള്ള മെറ്റാ ക്യാരക്ടേഴ്സിന് ഓരോന്നിനും ഓരോ സ്പെഷ്യൽ മീനിങ്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ഡോളർ ആണെങ്കിൽ എൻഡ്സ് വിത്ത് ആ ഒരു ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ഏതാണോ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം. അതേപോലെ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ 0 or more occurrences എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അതേപോലെ തന്നെ കേളി ബ്രേസസ് അത് സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഒക്കറൻസസ് ആയിരിക്കും. ഒരു സ്പെസിഫൈ ചെയ്തൊരു എത്ര നമ്പർ ഓഫ് ഒക്കറൻസസ് ഉണ്ടെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സെർച്ച് പാറ്റേണിന് വേണ്ടിയിട്ട് നമുക്ക് കേളി ബ്രേസസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അപ്പാരോ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട്സ് വിത്ത് എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്, അപ്പാരോയ്ക്ക് വരുന്നത്. അപ്പം ഇത്തരത്തില് ഓരോ മെറ്റാ ക്യാരക്ടേഴ്സിനും റെഗുലർ എക്സ്പ്രഷൻസിലേക്ക് വരുമ്പോൾ ഓരോ സ്പെഷ്യൽ മീനിങ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് റെഗുലർ എക്സ്പ്രഷൻസ് എഴുതുന്നതും അതുകൊണ്ട് നമ്മൾ ഒരു സെർച്ച് പാറ്റേൺസ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നതും ഈ റെഗുലർ എക്സ്പ്രഷൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇനി ഇത് പൈത്തണിൽ എന്താണ് കാര്യം അല്ലെങ്കിൽ പൈത്തണിൽ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഗുലർ എക്സ്പ്രഷൻസിനെ പറ്റിയിട്ട് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ പൈത്തണിലേക്ക് വരുമ്പോൾ പൈത്തണിൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനായിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ഒരു RE എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസിനെ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ RE മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈക്ക് സെർച്ച്, ഫൈൻഡ് ഓൾ, ഇതിനെല്ലാം ഓരോ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനും ഓരോ യൂസ് ആണ് വരുന്നത്. സ്പ്ലിറ്റ്, സബ്, ഇങ്ങനെ ഓരോ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും ഈ RE മൊഡ്യൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ഓരോന്നിനെയും വെച്ചിട്ട് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഫയലിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെർച്ച് നടത്താൻ അല്ലെങ്കിൽ ഒരു സെർച്ച് പാറ്റേൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഓരോ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാൻ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്താണ് ഈ RE എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്താണ് പൈത്തണിൽ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക്
ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നോക്കാം. ഈ ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം ഒക്കർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് ആ ഒക്കറൻസസ് എവിടെയൊക്കെയാണോ ഉള്ളത് അതൊരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യണം. അതിനാണ് നമ്മൾ ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വേരിയബിളിലേക്ക് നമുക്ക് ഇതിനെ നമുക്ക് ഇതിനെ ഒന്ന് ഒരു ഇതിനെ സ്റ്റോർ ചെയ്തു, ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു വേരിയബിളിലേക്ക് ആറി ഡോട്ട് നമ്മുടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫൈൻഡ് ഓൾ. എന്നിട്ട് നമുക്ക് അറിയേണ്ടത് എം ആണ്. എം എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് അതിന്റെ ഒക്കറൻസ് നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ആയിട്ട് നമുക്ക് അതിനെ റിട്ടേൺ ചെയ്യണം. ടെക്സ്റ്റ് പാസ് ചെയ്തു. ഇതിന്റെ ഫൈൻഡ് ഓളിന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ എമ്മിന്റെ ഒക്കറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതേപോലെ ആ ഒരു ടെക്സ്റ്റും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിന്റ് എക്സിനെ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എം ഒരു തവണയാണ് എം ഉള്ളത്, സ്മോൾ ലെറ്റർ എം ആണ്. അപ്പോൾ ഒരു തവണയാണ് എം ഉള്ളത്. നമുക്ക് ആ ഒരു എമ്മിനെ ഒരു ലിസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടി. ഇനി ഞാൻ ഈ ഒരു ക്യാപിറ്റൽ എമ്മിനെ കൂടി സ്മോൾ ആക്കി കൊടുത്താൽ നമുക്ക് 2 ലിസ്റ്റ് കാണിക്കും. ഇപ്പൊ 2 കേട്ടോ ലോക്കറൻസ് കണ്ടില്ലേ? ഒരു ലിസ്റ്റിൽ 2 കണ്ടന്റ് ആയിട്ട് നമുക്ക് 2 എലമെന്റ്സ് ആയിട്ട് 2 എലമെന്റ്സും ആ ഒരു ലിസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ 2 എലമെന്റ്സ്, അതായത് ഒക്കറൻസസ് എവരി ഒക്കറൻസസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. സെർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് എ മാച്ച് ഒബ്ജക്ട് ഇഫ് ദർ ഇസ് എ മാച്ച് എനിവെയർ ഇൻ ദ സ്ട്രിംഗ്. അതായത് ആ ഒരു സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും ഒരു മാച്ച് ഉണ്ടെങ്കിൽ അതിനെ ആ മാച്ച് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് യൂസ് ചെയ്യുന്നത്. സെർച്ച് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഒരു വേരിയബിളിലേക്ക് x is equal to array dot search എന്ന് തന്നെ കൊടുക്കാം. നമുക്ക് ആ ഒരു മാച്ച് ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്യണം. അതായത് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു മാച്ച്, ഈ സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാച്ച് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് സെർച്ച് എന്നുള്ള ആ ഒരു ഫംഗ്ഷന്റെ ഇതെന്ന് പറയുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ? മാച്ച് ചെയ്യുന്ന നമുക്ക് ഒരു സ്പാൻ ആയിട്ട് അതിന്റെ ആ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാച്ച് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെർച്ചിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്പാൻ അല്ലെങ്കിൽ ഈ ഒരു മാച്ച് ഒബ്ജക്റ്റിന് 3 പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന് 3 പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടായിരിക്കുക. അതിലൊന്ന് സ്പാൻ ആണ്, അതേപോലെ തന്നെ മറ്റൊന്ന് സ്ട്രിങ്, പിന്നെ ഒന്ന് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അതിൽ സ്പാൻ മാത്രമായിട്ട് എടുക്കാൻ, അതായത് ആ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ആയിട്ട് ഇത്തരത്തിൽ കൊടുത്താൽ കിട്ടും. കണ്ടില്ലേ? ഒരു ടപ്പിൾ ആയിട്ട് അതിനെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്പാൻ, അതേപോലെ തന്നെ നമുക്ക് ഇനി സ്ട്രിങ് നോക്കാം. ആ ഒരു മാച്ച് വരുന്ന സ്ട്രിങ്ങിന് ഇപ്പൊ നമ്മൾ ഒറ്റ സ്ട്രിങ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെ കൺസെപ്റ്റിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് ചെയ്യുന്ന സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. മോസ്റ്റ് വെൽക്കം ഇതിലാണ് നമ്മുടെ
എം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പൊ ആ ഒരു സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഗ്രൂപ്പ് ആവുമ്പോൾ മാച്ച് വരുന്ന ആ ഒരു പാർട്ട് ഏതാണോ അത് മാത്രം റിട്ടേൺ ചെയ്യും. എം നമുക്ക് ആ ഒരു മാച്ചിങ് പാർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 പ്രോപ്പർട്ടീസ് ആണ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷന് വരുന്നത്. സെർച്ച് എന്തിനാണെന്ന് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ആ ഒരു എവിടെയെങ്കിലും സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാച്ച് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. സ്പ്ലിറ്റ് അതെങ്ങനെയാന്ന് നോക്കാം. സെർച്ച് മാറ്റിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആക്കുന്നു. നോക്കാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ആ വൈറ്റ് സ്പേസ് ക്യാരക്ടർ വരുന്ന ആ ഒരു ഇത് പോർഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എം ആണ് സെർച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ എം വരുന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ എമ്മിന്റെ ഒരു പൊസിഷൻ സ്പ്ലിറ്റ് ചെയ്ത് ബാക്കിയുള്ള സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യുന്നു. അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് സബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് വരുന്നത്. സബ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സബിൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ് കൊടുക്കാനുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റം മാറ്റിയിട്ട് അവിടെ റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആർ വരുന്ന രീതിയിൽ കൊടുക്കാം. കണ്ടല്ലേ? ഇതോടെ നോക്കാം. മോസ്റ്റ് വെൽക്കം എന്നുള്ളതിൽ എം വന്നിരുന്ന ആ 2 പൊസിഷനും ചേഞ്ച് ചെയ്ത് അവിടെ ആർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻസ് പൈത്തണിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മൊഡ്യൂളിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേപോലുള്ള സെർച്ച് പാറ്റേൺസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരത്തിൽ റെഗുലർ എക്സ്പ്രഷൻസ് വെച്ചിട്ട് സെർച്ച് നടത്താനായിട്ട് പറ്റും. ഇതൊരു അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്, സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്ക്, ആവശ്യമെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.